PSC പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങളാണ് നോക്കുന്നത്. വിരക്തി എന്ന പദത്തിന്റെ വിപരീതം ആസക്തി. വിരക്തി എന്ന പദത്തിന്റെ വിപരീതമാണ് ആസക്തി. വിരക്തി വിപരീതം ആസക്തി. കഴുതക്കാമം കരഞ്ഞു തീർക്കും എന്ന പഴഞ്ചൊല്ലിന്റെ അർത്ഥമാണ് പ്രവൃത്തി കൊണ്ട് സാധിക്കാത്തത് പറഞ്ഞു തീർക്കുന്നു എന്നത്. കഴുതക്കാമം കരഞ്ഞു തീർക്കും എന്ന പഴഞ്ചൊല്ലിന്റെ അർത്ഥം പ്രവൃത്തി കൊണ്ട് സാധിക്കാത്തത് പറഞ്ഞു തീർക്കുന്നു എന്നാണ്. ട്രാൻസിറ്ററി മെഷേഴ്സ് എന്നതിന്റെ വിവർത്തനം. ട്രാൻസിറ്ററി മെഷേഴ്സ് തർജ്ജമ ചെയ്യുമ്പോൾ ഇടക്കാല നടപടികൾ. ട്രാൻസിറ്ററി മെഷേഴ്സ് എന്നതിന്റെ ശരിയായ വിവർത്തനം ഇടക്കാല നടപടികൾ എന്നാണ്. ട്രാൻസിറ്ററി മെഷേഴ്സ് ഇടക്കാല നടപടികൾ എന്നാണ്. എവറസ്റ്റ് കീഴടക്കിയ ആദ്യത്തെ മലയാളി വനിത. എവറസ്റ്റ് കീഴടക്കിയ ആദ്യത്തെ മലയാളി വനിതയാണ് സഫ്രീന ലത്തീഫ്. എവറസ്റ്റ് കീഴടക്കിയ ആദ്യത്തെ മലയാളി വനിതയാര് എന്ന് ചോദിക്കാം. ഉത്തരം സഫ്രീന ലത്തീഫ് ആണ്. ഹവായി, ഫ്രഞ്ച് പോളിനേഷ്യ എന്നീ ദ്വീപസമൂഹങ്ങൾ ഏത് സമുദ്രത്തിന്റെ ഭാഗമാണ്? രണ്ട് ദ്വീപസമൂഹമാണ് ഹവായി, ഫ്രഞ്ച് പോളിനേഷ്യ. ഈ ദ്വീപസമൂഹങ്ങൾ ശാന്ത സമുദ്രം അഥവാ പസഫിക് സമുദ്രത്തിന്റെ ഭാഗമാണ്. ഹവായി, ഫ്രഞ്ച് പോളിനേഷ്യ എന്നീ ദ്വീപസമൂഹങ്ങൾ പസഫിക് സമുദ്രത്തിന്റെ ഭാഗമാണ്. ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ആരംഭിച്ച വർഷം 1770 ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ഏത് വർഷമാണ് ആരംഭിച്ചത്? 1770. ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഉപാധ്യക്ഷന്മാർ ആരൊക്കെയാണെന്ന് നോക്കാം. HC മുഖർജി, VT കൃഷ്ണമാചാരി. ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഉപാധ്യക്ഷന്മാരാണ് ഉപാധ്യക്ഷന്മാർ രണ്ടുപേരാണ് HC മുഖർജി, VT കൃഷ്ണമാചാരി. കൂറുമാറ്റം മൂലം അംഗത്തിന് അയോഗ്യത കൽപ്പിക്കുന്നതിന് 10ാം ഷെഡ്യൂളിലെ വ്യവസ്ഥകൾ പ്രകാരം ആർക്കാണ് അധികാരമുള്ളത്? സ്പീക്കർക്കാണ് അധികാരമുള്ളത്. അപ്പോൾ കൂറുമാറ്റം മൂലം ഒരു അംഗത്തിന് അയോഗ്യത കൽപ്പിക്കുന്നതിന് അധികാരമുള്ളത് 10ാം ഷെഡ്യൂളിലെ വ്യവസ്ഥകൾ പ്രകാരം അധികാരമുള്ളത് സ്പീക്കർക്കാണ്. കേരളത്തിലെ ആരോഗ്യ വകുപ്പ് നഗരങ്ങളിലെ ചേരികളിൽ താമസിക്കുന്ന സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിനായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഉഷസ്. കേരളത്തിലെ ആരോഗ്യ വകുപ്പ് നഗരങ്ങളിലെ ചേരികളിൽ താമസിക്കുന്ന സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിനായി നടപ്പാക്കുന്ന പദ്ധതിയാണ് ഉഷസ്. കാൽസ്യം കുറയുന്നത് മൂലമുണ്ടാകുന്ന രോഗമാണ് ഓസ്റ്റിയോപോറോസിസ്. കാൽസ്യം കുറയുന്നത് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഓസ്റ്റിയോപോറോസിസ്. വൺ ഹെൽത്ത് പ്രോഗ്രാമിന്റെ പ്രധാന ലക്ഷ്യം. വൺ ഹെൽത്ത് പ്രോഗ്രാമിന്റെ ലക്ഷ്യമാണ് മനുഷ്യൻ, മൃഗങ്ങൾ, പരിസ്ഥിതി എന്നിങ്ങനെ 3 മേഖലകളുടെ ആരോഗ്യ സംരക്ഷണം ഏകോപിച്ചുള്ള സംയുക്ത പ്രവർത്തനം ഉറപ്പാക്കൽ. അതാണ് വൺ ഹെൽത്ത് പ്രോഗ്രാമിന്റെ ലക്ഷ്യം. മനുഷ്യൻ, മൃഗങ്ങൾ, പരിസ്ഥിതി എന്നീ 3 മേഖലകളുടെ ആരോഗ്യ സംരക്ഷണം ഏകോപിപ്പിച്ചിട്ടുള്ള ഒരു സംയുക്ത പ്രവർത്തനം നടപ്പാക്കുക എന്നതാണ് വൺ ഹെൽത്ത് പ്രോഗ്രാമിന്റെ ലക്ഷ്യം. കേരളത്തിൽ കടലിന്റെ സംഭരണശേഷി കുറയ്ക്കുന്നതിനുള്ള പ്രധാന കാരണം മണൽ ഖനനമാണ്. കേരളത്തിൽ കടലിന്റെ സംഭരണശേഷി കുറയ്ക്കുന്നതിനുള്ള പ്രധാന കാരണം മണൽ ഖനനമാണ്. പർവ്വത പ്രദേശങ്ങളിൽ വെള്ളത്തിന്റെ തിളനിലയ്ക്ക് എന്ത് മാറ്റം സംഭവിക്കുന്നു? പർവ്വത പ്രദേശങ്ങളിൽ വെള്ളത്തിന്റെ തിളനില കുറയുന്നു. ഉയർന്ന പ്രദേശങ്ങളിൽ വെള്ളത്തിന്റെ തിളനിലയ്ക്ക് സംഭവിക്കുന്ന മാറ്റം തിളനില കുറയുകയാണ് ചെയ്യുന്നത്. അതിഥി തൊഴിലാളികളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് ജ്യോതി. ജ്യോതി എന്ന പദ്ധതി ആവിഷ്കരിച്ചത് കേരള സർക്കാരാണ്. അതിഥി തൊഴിലാളികളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് ജ്യോതി. വാതകമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് മാനോമീറ്റർ. മാനോമീറ്റർ എന്തിനുള്ള ഉപകരണമാണ്? വാതകമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് മാനോമീറ്റർ. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡേറ്റാ സെന്റർ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ്. ഇന്ത്യയിലെ
ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡേറ്റാ സെന്റർ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഛത്തീസ്ഗഡ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡേറ്റാ സെന്റർ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ്. 2026 ഏഷ്യൻ ഗെയിംസിന്റെ വേദി ജപ്പാനാണ്. ചോദിക്കാം, 2026 ഏഷ്യൻ ഗെയിംസിന്റെ വേദിയാണ് ജപ്പാൻ. കേരള സംഗീതത്തിന്റെ അഗസ്റ്റൻ യുഗം എന്ന് വിളിക്കുന്നത് ആരുടെ ഭരണകാലത്തെയാണ്? കേരള സംഗീതത്തിന്റെ അഗസ്റ്റൻ യുഗം എന്ന് വിളിക്കുന്നത് സ്വാതി തിരുനാളിന്റെ ഭരണകാലത്തെയാണ്. കേരള സംഗീതത്തിന്റെ അഗസ്റ്റൻ യുഗം എന്ന് വിളിക്കുന്നത് സ്വാതി തിരുനാളിന്റെ ഭരണകാലഘട്ടത്തെയാണ്. മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ മാസികയാണ് വിദ്യാവിലാസിനി. മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ മാസികയാണ് വിദ്യാവിലാസിനി. കല്യാണമൽ ഒരു കൃതിയാണ്. കല്യാണമൽ എന്ന കൃതി രചിച്ചത് സർദാർ KM പണിക്കറാണ്. കല്യാണമൽ എന്ന കൃതി രചിച്ചത് സർദാർ KM പണിക്കർ. കല്യാണമൽ എന്ന കൃതി രചിച്ചത് സർദാർ KM പണിക്കറാണ്. MS എഡ്ജ് അഥവാ മൈക്രോസോഫ്റ്റ് എഡ്ജ് എന്താണ്? വെബ് ബ്രൗസർ ആണ്. MS എഡ്ജ് എന്ന് പറയുന്നത് വെബ് ബ്രൗസർ ആണ്. നമ്മുടെ വിവരങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ശേഖരിച്ച് ഭീഷണിപ്പെടുത്തുന്നത് ഏത് തരം സൈബർ കുറ്റകൃത്യമാണ്? നമ്മുടെ വിവരങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ നമ്മുടെ വിവരങ്ങൾ ശേഖരിച്ച് ഭീഷണിപ്പെടുത്തുന്നത് ഏത് തരം സൈബർ കുറ്റകൃത്യമാണ്? ഇത് സൈബർ സ്റ്റാക്കിംഗ് എന്ന് പറയും. സൈബർ സ്റ്റാക്കിംഗ് എന്ന കുറ്റകൃത്യമാണ് നമ്മുടെ വിവരങ്ങൾ ശേഖരിച്ച് സോഷ്യൽ മീഡിയ വഴി ശേഖരിച്ചിട്ട് നമ്മളെ അത് ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തുന്നത്. അത് സൈബർ സ്റ്റാക്കിംഗ് എന്ന കുറ്റകൃത്യത്തിൽ വരുന്നതാണ്. 2005 ഗാർഹിക പീഡന നിയമത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള അധ്യായങ്ങളുടെ എണ്ണം 5 അധ്യായങ്ങളും 37 വകുപ്പുമാണ്. 2005 ഗാർഹിക പീഡന നിരോധന നിയമം വരുന്നത്. ഈ ഗാർഹിക പീഡന നിരോധന നിയമത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള അധ്യായങ്ങളുടെയും വകുപ്പുകളുടെയും എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. അധ്യായങ്ങൾ 5 5 അധ്യായവും 37 വകുപ്പുമാണ്. 2005 ഗാർഹിക പീഡന നിരോധന നിയമത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള അധ്യായങ്ങളുടെയും വകുപ്പുകളുടെയും എണ്ണമാണ് 5 അധ്യായങ്ങളും 37 വകുപ്പുകളുമാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്.